ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഡെയിലി ബൂസ്റ്ററിന്റെ 65-ാമത്തെ ദിവസമാണിന്ന്. 56/2025 ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സെക്കൻഡ് ഫേസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അതിന്റെ ഫുൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്തതാണ്. ഇത് അതിന്റെ ഫസ്റ്റ് ഫേസിലെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഈ പറയുമ്പോൾ തന്നെ നമുക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളമാണ് നമ്മൾ ഇന്നത്തെയും ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് മാത്സ് ആണ് പറയുന്നത്. ഇപ്പോൾ ഹെലന് 41 വയസ്സും മകൾക്ക് 3 വയസ്സും 9 വയസ്സുമാണ്. എത്ര വർഷം കഴിഞ്ഞാണ് ഹെലന് മകളുടെ 3 ഇരട്ടി പ്രായമാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹെലന്റെയും മകളുടെയും കാര്യമാണ്. അപ്പൊ രണ്ടുപേരുടെയും നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഇപ്പോഴത്തെ വയസ്സ് നമുക്കറിയാം അല്ലെ. ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? അപ്പൊ ഹെലന്റെ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 41 വയസ്സാണ്. മകൾക്ക് അല്ലെ, മകൾക്ക് എത്രയാണ്? മകൾക്ക് 9 വയസ്സാണ്. എത്ര വർഷം കഴിഞ്ഞ് ഹെലന് മകളുടെ 3 ഇരട്ടി പ്രായം ഉണ്ടാകുമെന്നാ. അപ്പൊ നമുക്ക് ഒരു വർഷം എന്ന് പറയുമ്പോൾ എന്താ, രണ്ടുപേർക്കും ആ ഒരു വയസ്സ് കൂടുന്നുണ്ടല്ലോ. 2 വർഷം കഴിഞ്ഞാൽ രണ്ടുപേർക്കും 2 വയസ്സ് കൂടും. അപ്പൊ നമുക്കറിയാം 41ന്റെ നമുക്ക് എക്സ് വർഷം കഴിഞ്ഞപ്പോഴാണ് ഇത് എന്താകുന്നത്, 3 ഇരട്ടി പ്രായമാകുന്നതെന്ന് പറയാം. അതായത് 3 ഇരട്ടി പ്രായമാകുമ്പോൾ മകൾക്ക് ഇപ്പോൾ വയസ്സ് 9 ആണെങ്കിൽ എക്സ് വർഷം കഴിയുമ്പോൾ അതും എന്താകും, 9+x ആകും. ഇതാണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി നമ്മുടെ ആൻസറിലേക്ക് എത്താനായിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെയാണ് വരേണ്ടത്? 41+x എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 9×3 27, 27 + 3x എന്ന് വരും. ഇനി ഇതെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം 41 - 27 ഈക്വൽ ടു ഇവിടെ എന്ത് വരും, 3x - x എന്ന് വരും. 41-ൽ നിന്ന് 27 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 14 ആണ്. ഓക്കെ, അപ്പൊ 14 എന്ന് പറയുന്നത് 2x ആണെങ്കിൽ x എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, എത്ര വർഷം കഴിഞ്ഞാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. അതായത് അപ്പൊ എത്ര വർഷമാണ്? 7 വർഷമാണ്. അപ്പൊ നമുക്ക് നോക്കാം, 7 വർഷം കഴിയുമ്പോൾ ഹെലൻ എത്രയാണ് വയസ്സ്? ഓക്കെ, ഹെലന്റെ വയസ്സ് എന്ന് പറയുന്നത് 48 ആകും. മകളുടെ വയസ്സ്, മകൾക്ക് 9 + 7, 9 × 7 = 16, 16ന്റെ 3 ഇരട്ടിയാണ്. ഒന്നുകിൽ ഇത് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നേരെ ഇവിടെ നിന്ന് ആഡ് ചെയ്ത് നോക്കുക. 41 വയസ്സ് ഹെലൻ, ഇവിടെ 9 വയസ്സ്, 3 വർഷം കഴിയുമ്പോൾ എത്രയാകും? 44. ഇവിടെ 9ഉം 3ഉം എത്രയാണ്? 9 3 കൂടി കൂട്ടുമ്പോൾ 12. ഇതിന്റെ 3 ഇരട്ടിയല്ല. അപ്പൊ ഇതല്ല ആൻസർ. നെക്സ്റ്റ് നമുക്ക് നോക്കാം, 41ഉം 9ഉം ഇവിടെ 5 വയസ്സാകുമ്പോൾ ഇവിടെ എത്രയാണ്? 46 ആകും. ഇവിടെ എത്രയാകും? 14 ആകും. 14ന്റെ 3 ഇരട്ടിയല്ല. ഇങ്ങനെയും ചെയ്യാം. എളുപ്പം അതാണ്. ഡയറക്റ്റ് നമുക്ക് ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു ഗണിത പരീക്ഷയിൽ വിജയ ശതമാനം എത്രയാണെന്നാണ് പറയുന്നത്? 87.5% ആകെ 7 വിദ്യാർത്ഥികളാണ് എന്ത് സംഭവിച്ചത്? പരാജയപ്പെട്ടിരിക്കുന്നത്. എങ്കിൽ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാകുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 87.5% വിജയിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്കി എത്രയാണ്? ബാക്കി ഒരു 12.5% കുട്ടികളായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്? തോറ്റ കുട്ടികൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ എണ്ണം തന്നിട്ടുണ്ട്. അതായത് 12.5 എന്ന് പറയുന്നത് 7 ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പരാജയപ്പെട്ട വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ആകെ എത്ര വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയിട്ടുണ്ടാകുന്നത്? അതായത് 100% എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആൻസർ എങ്ങനെ വരും? 100 × 7 / 12.5 എന്ന് വരും. നമുക്ക് എന്ത് ചെയ്യാം? പോയിന്റ് മാറ്റാനായിട്ട് ഇവിടെ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, മുകളിലും താഴെ. അപ്പോൾ ഇവിടെ 1000 × 7 / 125 എന്ന് വരും. 125 1000-ലെ 8 തവണയാണ്. ഓക്കെ, 8 × 7 56 ആണ്. അപ്പം ആകെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ എത്രയാണ്? 56 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. അതിലാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്? 7 വിദ്യാർത്ഥികൾ തോറ്റിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 5 പുരുഷന്മാരോ 12 സ്ത്രീകളോ അടങ്ങുന്ന ഒരു സംഘത്തിന് ഒരു പ്രത്യേക ജോലി 78 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ 5 പുരുഷന്മാരും 12 സ്ത്രീകളും ഓർ ആൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എങ്ങനെയാണ്? 5 പുരുഷന്മാരോ 12 സ്ത്രീകളോ 78 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 5 പുരുഷന്മാരും ആൻഡ് ആണല്ലേ,
അവരുമുണ്ട്. പിന്നെ ആരുണ്ട്? 12 സ്ത്രീകളും ഒരുമിച്ച് ചേർന്നാൽ അതേ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ചെയ്യേണ്ടത് ഈ മുകളിൽ തന്നിരിക്കുന്ന 3 തമ്മിൽ ഡയറക്റ്റ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് അതിന്റെ റൂൾ എന്ന് പറയുന്നത്. 5 × 12 × 78 എഴുതുക, ഡിവൈഡഡ് ബൈ തമ്മിൽ ക്രോസ് ചെയ്യണം. ഓക്കെ, 5 × 12 60 ഇവിടെയും 5 × 12 60. അതെന്ത് ചെയ്യണം? ഇവിടെ നേരെ ആഡ് ചെയ്ത് വെച്ചാൽ മതി. 60 + 60 എന്ന് വരും. അതായത് 5 × 12 5 × 12 × 78 ഡിവൈഡ് ബൈ 120 എന്ന് വരും. ഇതുകൂടി കട്ടായി പോകും 10 തവണ. ഇതും കൂടി കട്ടായി പോകും. ഇവിടെ എത്ര വരും? 5 വരും അല്ലേ? നേരെ കട്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെ 2 വരും. 78 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 39. അതായത് 5 പുരുഷന്മാർ, ഇവിടെ കണ്ടീഷൻ എങ്ങനെയാണ്? അതായത് 5 പുരുഷന്മാർ മാത്രം ചെയ്താൽ 78 ദിവസം വേണം, 12 സ്ത്രീകൾ മാത്രം ചെയ്താൽ 78 ദിവസം വേണം. ഇവർ 2 പേരും കൂടി ചെയ്യുമ്പോൾ 39 ദിവസത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ജോലി പൂർത്തിയാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 39 ആൻസർ. നെക്സ്റ്റ് നോക്കാം. ഒരു ജോമെട്രിക് പ്രോഗ്രഷന്റെ 5ാമത്തെ പദവും 8ാമത്തെ പദവും യഥാക്രമം 27ഉം 729 അതിന്റെ 11ാമത്തെ പദം എത്ര? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജോമെട്രിക് പ്രോഗ്രഷൻ അഥവാ എന്താണ്? GP ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നോർമലി പഠിക്കുന്നത് AP ആണ് എപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കാറ്. ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ GPയുടെ ക്വസ്റ്റ്യൻസ് കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ AP അഥവാ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ടേം A ആണ്, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് A + D ആണ്. അങ്ങനെ പോയിട്ട് nth ടേം എന്ന് പറയുന്നത് A + n - 1 × D. ഇതാണ് നമ്മുടെ ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. എങ്കിൽ ഇൻ കേസ് ഓഫ് GPയുടെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ്? ഫസ്റ്റ് ടേം A ആണെങ്കിൽ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് AR ആണ്, തേർഡ് ടേം എന്ന് പറയുന്നത് AR² ആണ്. അങ്ങനെ nth ടേം എന്ന് പറയുന്നത് AR⁻n - 1 ആണ്. അതായത് ഒരു 6 എന്ന് പറയുന്ന ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്താണ് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 5ാം പദം എന്ന് പറയുന്നത് എന്തായിരിക്കും? AR⁴ ആയിരിക്കും അല്ലെ? അങ്ങനെയല്ലേ വരേണ്ടത്. ഇനി അടുത്ത എന്താണ്? 8ാം പദം എന്ന് പറയുന്നത് AR⁴ ആയിരിക്കും. അത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. 7 29 ആണെന്നറിയാം. ഇവിടെ എത്രയാണ്? 27 ആണെന്നറിയാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നോർമലി APയുടെ കേസിൽ നമ്മളിത് പ്ലസ് മൈനസ് ഒക്കെയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്ത് നോക്കാം. AR⁴ = 729. ഇതിനെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? AR⁴ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. which is equal to എന്ത് വരും? ഡിവൈഡ് ബൈ 27 എന്ന് വരും. ഇവിടെ നമുക്ക് Aയും കട്ടായി പോകും. R⁴ ഡിവൈഡ് ബൈ R⁴ എന്ന് പറയുന്നത് R⁴ - 4 ആകും. അതായത് R³ ആണ്. സോ R³ എന്ന് പറയുന്നത് ഇവിടെ 27 വരും. ഇവിടെ ഈ 27ഉം 729 കട്ടാകും. 27 ആണ്. അതായത് 27ന്റെ സ്ക്വയർ ആണ് 729 എന്ന് പറയുന്നത്. R³ നമുക്ക് കിട്ടി 27 ആണെന്ന്. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഫസ്റ്റ് ടേം A ആണ്, സെക്കൻഡ് ടേം AR ആണ്, തേർഡ് ടേം എന്ന് പറയുന്നത് എന്താണ്? ഈ AR-നോട് 6 മൾട്ടിപ്ലൈ ചെയ്തേക്കുവാണ്. ഫോർത്ത് ടേം എന്ന് പറയുമ്പോൾ ഈ AR ഇൻറ്റു എത്ര വരും? 6 × 6 ഒന്നുകൂടെ 6 മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന 11ാമത്തെ പദം എത്രയാണെന്നാണ് അല്ലെ? അതായത് T11 എന്ന് പറയുന്നത് ഈ പറയുന്ന A8നോട് 8ാം പദത്തിനോട് എന്ത് കൂട്ടിയാൽ മതി? 3 തവണയും കൂടി 6 8 അല്ലെ? T8 T9 T10 T11. ഓക്കെ, ഇവിടെ നമുക്കറിയാം AR⁴ ആണ്. ഇത് എത്രയാണ്? AR⁴ ആയിരിക്കും. ഇത് AR⁴ ആണ്. ഇത് AR⁴ ഇവിടെ എത്രയായിരിക്കും വരേണ്ടത്? AR⁴ ആണ്. അതായത് ഈ പറയുന്ന AR⁴ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും? AR7 ഇൻറ്റു എന്ത് വരും? R³ എന്ന് വരും. സ്പ്ലിറ്റ് ചെയ്താൽ മതി. AR7 എന്ന് പറഞ്ഞാൽ എന്താണ്? A8 ആണ്. അങ്ങനെ ചെയ്താലും മതി. അപ്പൊ ഇവിടെ A8 എന്ന് പറയുന്നത് 8ാം പദത്തിനോട് 3 തവണ കൂടി 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 11ാം പദം കിട്ടുന്നത്. A8 നമുക്കറിയാം 729 ആണെന്നറിയാം. R³ എന്ന് പറയുന്നത് എത്രയാണ്? ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, 27 ആണെന്നുള്ളത്. 729 × 27 എന്ന് പറയുന്നത് 19683 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ A ആണ്. ഒന്നുകിൽ നമുക്കിതിനെ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ നോർമലി 6 കണ്ടുപിടിച്ചല്ലോ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് R³ കിട്ടി അല്ലെ? R³ 27 ആണെന്ന് പറയുമ്പോൾ നമുക്കറിയാം R എന്ന് പറയുന്നത് എത്രയാണ്? ക്യൂബ് റൂട്ട് ഓഫ്
27 ആണ്, അതായത് 3 എന്ന് കിട്ടും. ഇനി നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? എ ആർ ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. ഇവിടെ ആർ ക്യൂബ് കിട്ടി 27 ആണെന്ന്. അപ്പൊ എ ഈക്വൽ ടു 27/27 എന്ന് കിട്ടും, 1 എന്ന് കിട്ടും. ഉണ്ടാ, എയും കിട്ടി ആറും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T11 എന്ന് പറയുന്നത് എ ആർ പവർ 10 ആണ്. അതായത് എ എന്ന് പറയുന്ന 1 ആണ്. 1 ഇൻറ്റു 3 പവർ 10 എന്ന് ചെയ്താൽ മതി. ഇത് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യും? ഈ ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കുറച്ചും കൂടി എളുപ്പം ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതാണ്. ഈ 10 തവണ 3 എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുന്നതിലും എളുപ്പം എപ്പോഴും ഇതാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. 0.004 എത്ര മടങ്ങ് വലുതാണ് 0.18 എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളോട് പറയുവാണ് 2 എത്ര മടങ്ങാണ് 10 എന്ന് ചോദിച്ചാൽ നമുക്കറിയാം 5 മടങ്ങാണ് 10 എന്നറിയാം. അതായത് നമ്മൾ ഇവിടെ ഈ ഒരു സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പൊ അതേപോലെ തന്നെ ഈ പറയുന്ന എന്താണ്? 0.004 എത്ര മടങ്ങാണ് 0.18 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ നേരെ ഇത് ഡിവൈഡ് ചെയ്താൽ മതി. സോ 0.18 ഡിവൈഡ് ബൈ 0.004 എന്ന് വരും. ഓക്കെ, ഇവിടെ എത്രയാണ്? പോയിന്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ് ഉണ്ട്, മുകളിൽ 2 ഉണ്ട്. അപ്പൊ പോയിന്റ് മാറ്റാനായിട്ട് എന്ത് ചെയ്യണം? 0.18 1000 കൊണ്ട് ഗുണിക്കണം അല്ലെ. ഇവിടെയും എത്രയാണ്? 0.004 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്കിവിടെ മുകളിൽ എന്ത് കിട്ടും? 1.8 എന്ന് വരും. 1.8 3 ഡിജിറ്റ് മാറ്റണ്ടേ. അപ്പൊ ഇവിടെ 180 എന്ന് വരും. 180 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. 180 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 90 ആണ്. 90 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 45 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ്. ഒരു വാട്ടർ ബോട്ടിലിന് 15 രൂപ വിലയുണ്ട്. അതിൽ കുപ്പിയുടെയും വെള്ളത്തിന്റെയും വില ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണെങ്കിൽ കുപ്പിയുടെ വില എത്ര? എളുപ്പം ഇതിൽ ചെയ്യുന്നതാണ്. ഇപ്പൊ ഇത് 1.5 ആണെങ്കിൽ നമുക്ക് കുപ്പിയുടെ വില എന്താക്കി കൊടുക്കാം? 15 അല്ലേ വേണ്ടത്. 15ൽ നിന്ന് 1.5 കുറയ്ക്കുമ്പോൾ നമുക്കിവിടെ 13.5 എന്ന് കിട്ടും. നോക്കിക്കേ, 1.5യും 1.5യോട് എത്ര കൂട്ടണം? 12 കൂട്ടുമ്പോഴാണ് ഈ പറയുന്ന 13.5 കിട്ടുന്നത്. അപ്പൊ ഈ പറയുന്ന ഇത് കുപ്പിയുടെ വില, ഇത് വെള്ളത്തിന്റെ വില. വെള്ളത്തിന്റെ വില 12 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അല്ലെ. 12 രൂപ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് വെള്ളത്തിന്റെ വില. അപ്പൊ ഓക്കെ ആയില്ലേ? കുപ്പിയുടെ വില 1.5, വെള്ളത്തിന്റെ വില 13.5. ടോട്ടൽ എത്രയായി? 15 രൂപ. ഇങ്ങനെ ചെയ്യാം. ഇതാണ് എളുപ്പം. ഇനി ഇവിടെ 2.5 ആണെങ്കിൽ നോക്കിക്കേ, 2.5 ആണെങ്കിൽ ഇവിടെ ബാക്കി എത്ര വന്നം? 12.5 വന്നം. എന്നാലല്ലേ 15 വരുള്ളൂ. അപ്പൊ ഇത് നോക്കിക്കേ, ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് 10 വരുന്നുള്ളൂ. 10 കൂടുതൽ. കുപ്പിയേക്കാൾ 10 കൂടുതലാണ് വെള്ളത്തിലെങ്കിൽ ഇങ്ങനെ വന്നേനെ. അപ്പൊ ഇവിടെ ഇത് ആൻസർ ആയിട്ട് വരില്ല. ഇവിടെ എത്രയാ പറഞ്ഞിരിക്കുന്നത്? 2 ആണ് അല്ലെ. 2 രൂപ കുപ്പിക്ക് വന്നാൽ 13 രൂപ വെള്ളത്തിന് വന്ന അല്ലെ. എന്നാലല്ലേ 15 രൂപ വരുള്ളൂ. അപ്പൊ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് 11 ആണ്. 11 രൂപയാണ് കൂടുതൽ. അപ്പൊ അതും വരില്ല. അങ്ങനെ നമുക്ക് ഓപ്ഷൻ എന്ന് കണ്ടുപിടിക്കാം. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്. അല്ലെങ്കിൽ നമ്മൾ പറയാണ് കുപ്പിയുടെ വില അല്ലെങ്കിൽ എന്താണ്? ബോട്ടിലിന്റെ വിലയോട് എന്താണ്? ബോട്ടിലിന്റെ വിലയും അതിൽ കുപ്പിയുടെ വിലയും എഴുതിയിട്ടുണ്ട്. വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണെന്ന്. അതായത് ഇത് വെള്ളത്തിന്റെ വില, കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണ് എന്താ? വെള്ളത്തിന്റെ വില എന്ന് പറയുന്നത്. രണ്ടും കൂടി കൂട്ടുമ്പോൾ 15 രൂപ തന്നെ. ഇങ്ങനെയും ചെയ്യാം. അപ്പൊ 2b എന്ന് പറയുന്നത് ഇവിടെ എത്ര വരും? 15 - 12 എന്ന് വരും. ബി എന്ന് പറയുന്നത് ഇവിടെ 3/2 1.5 എന്ന് കിട്ടും. എങ്ങനെ വേണമെങ്കിലും ആൻസർ ചെയ്യാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഡയറക്റ്റ് ഓപ്ഷൻ നിന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് വരുന്നത്. ജോൺ സോണിക്ക് 5% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ 3 വർഷത്തേക്ക് 6 ലക്ഷം രൂപ കടം കൊടുത്തു. 3 വർഷത്തിന് ശേഷം ജോണിന് എത്ര രൂപ തിരികെ ലഭിക്കും? ഓക്കെ, ഇവിടെ നമുക്കറിയാം പാസ്കൽസ് ട്രയാങ്കിൾ ആണ് ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത്. 1, 3, 3 വർഷമല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ പാസ്കൽ ട്രയാങ്കിൾ വരുന്നത്. ഉണ്ടോ? ഇവിടെ ഇത് രണ്ടും കൂട്ടി ഇവിടെ എഴുതുക, ഇത് രണ്ടും കൂട്ടി ഇവിടെ എഴുതുക, ലാസ്റ്റ് ഒന്നെടുത്ത് എഴുതുക. അപ്പൊ നമ്മുടെ ഇയർ എന്ന് പറയുന്നത് ഇതാണ് 1, 3, 3, 1. നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 6 ലക്ഷം രൂപയാണ്. 1, 10, 100, 1000, 10,000, ലക്ഷം. 6 ലക്ഷം രൂപയാണ് എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് നിക്ഷേപിച്ചത്. അത് നമ്മൾ ആദ്യം എടുത്ത് എഴുതണം. പിന്നെ എന്താണ്? 5 വർഷം കൂട്ടുപലിശ. അപ്പൊ എന്ത് ചെയ്യണം? ഈ 6 ലക്ഷത്തിന്റെ 5% കണ്ടുപിടിക്കണം. 6 ലക്ഷത്തിന്റെ 10% എന്ന് പറഞ്ഞാൽ ഒരു 0 കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പൊ അതിന്റെ എന്ത് വേണം? 5% എന്ന് പറയുമ്പോൾ അതിന്റെയും പകുതി. അപ്പൊ 60,000ത്തിന്റെ പകുതി എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? 30,000. 1, 10, 100, 1000, 10,000 വരും. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെയും 10%. ഇതിന്റെ 5%. 10% എന്ന് പറയുമ്പോൾ എത്രയാണ്? 3000 വരും. 5% എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി 1500 വരും.
ഓക്കെ, ഇനി എന്താണ് അതിന്റെയും 5% കണ്ടുപിടിക്കുക. 1500-ന് 5% എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10%. 150 5% എന്ന് പറയുമ്പോൾ 150ന്റെ പകുതി 75 കിട്ടും. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ എത്രയാണ്? 6 ലക്ഷം തന്നെ വരും. ഇവിടെ എത്രയാ? 3 × 3 9, അപ്പൊ 90,000 വരും. അടുത്ത എത്രയാണ്? 3 × 1500 എന്ന് പറയുന്നത് 45,000 വരും. സോറി, 4500 വരും. അടുത്തത് 75 വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പലിശ ഇനത്തിൽ എത്ര കിട്ടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടി എഴുതണം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആകെ എത്ര ലഭിക്കും എന്നാണ്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി എഴുതണം. 6 ലക്ഷം അല്ലെ, ഇവിടെ ഒരു 6 ലക്ഷം ഉണ്ട്, പിന്നെ ഒരു 90,000 ഉണ്ട് അല്ല. അത്രയും വരുമ്പോ തന്നെ നമുക്ക് ഇത് രണ്ടുമല്ല ഓപ്ഷൻ നമുക്ക് മനസ്സിലായി. പിന്നെ എന്താണ്? 90,000 വന്നു, പിന്നെ വരേണ്ടത് 4,500 വരും, ലാസ്റ്റ് ഒരു 75 വരും. സോ ആൻസർ വരേണ്ടത് 75,549,6 ആണ്. 6,94,575 രൂപ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു വസ്തുവിന്റെ പകുതി ഭാഗം ഇരട്ടി. ഇത് നമ്മുടെ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കാം. വിരമിച്ച 9 പേരടങ്ങുന്ന ഗ്രൂപ്പിന്റെ ശരാശരി പ്രായം 64 ആണ്. അപ്പൊ 9 പേരുടെ ശരാശരി 64 ആണെങ്കിൽ അവരുടെ ആകെ വയസ്സ് എന്ന് പറയുന്നത് 64 × 9 ചെയ്താൽ മതി. അത് എത്ര കിട്ടും? നമുക്ക് 576 കിട്ടും. ഇനി എന്താ? ഒരു അംഗം ഗ്രൂപ്പ് വിട്ടു, അപ്പൊ അംഗം ഒന്ന് കുറഞ്ഞു, അപ്പൊ ഇവിടെ 8 ആയി. അത് എത്രയായി? ശരാശരി 62 ആയി. സോ ഇവിടുത്തെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും? 496 കിട്ടി. ഇനി എന്താണ്? പോയ ആളുടെ കണ്ടുപിടിക്കാനായിട്ട് ആകെ ഭാരം ആകെ എത്രയാണ്? പ്രായമല്ല, ആകെ പ്രായം 576 ആണ്. അതിൽ നിന്ന് ഒരാൾ പോകുമ്പോഴേക്കും അത് 496 ആയി. പോയ ആളുടെ ഭാരം ഏജ് കണ്ടുപിടിക്കാൻ ഇത് കുറച്ചാൽ മതി. 6 ൽ നിന്ന് 6 കുറച്ചാൽ 0 ആണ്. ഇവിടെ 1 വരും. 17 ൽ നിന്ന് 9 കുറച്ചാൽ 8 വരും. 80 വയസ്സാണ് എന്ത് സംഭവിച്ചത്? പോയ ആളുടെ ഭാരം പ്രായം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 5.25 മീറ്റർ നീളത്തിലും 5.10 മീറ്റർ വീതിയിലുമായി ചതുരാകൃതിയിലുള്ള തറ പൂർണ്ണമായി മൂടാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ചതുര ടൈലുകളുടെ എണ്ണം എത്രയാണ്? ഈ ക്വസ്റ്റ്യൻ എന്താണ്? ആൻസർ നൺ ഓഫ് ദീസ് ആണ്. കാര്യം ഈ ക്വസ്റ്റ്യൻ സമചതുരം എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് ആൻസർ കിട്ടിയേനെ. അപ്പൊ അത് നമുക്ക് നോക്കാം ജസ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന്. 5.25 അല്ലേ? 5.25 എന്ന് പറയുമ്പോഴേക്കും നമുക്ക് 525 സെന്റിമീറ്റർ ആക്കി കൊടുക്കാം. ഇവിടെ 5.10 മീറ്റർ എന്ന് പറയുമ്പോൾ 510 സെന്റിമീറ്റർ ആണ് വീതി എന്ന് പറയുന്നത്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇത് ചെയ്യാൻ എളുപ്പവഴി എന്ന് പറഞ്ഞ് ഇവയുടെ എന്ത് ചെയ്യണം? HCF കണ്ടുപിടിക്കണം. ഹയസ്റ്റ് കോമൺ ഫാക്ടർ അഥവാ ഉസാഗ എന്ന് പറയും. 525ഉം 510ഉം HCF എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് 5 ഉം 2 7, 5 5 10 12, 5 1 6. നമുക്ക് 3 കൊണ്ട് ആദ്യം ചെയ്യാം. ഓക്കെ, 3 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 വരും. ഇവിടെ എത്രയാണ്? 2 7 3 21. ഇവിടെ 1 വരും. 15 എന്ന് പറയുമ്പോൾ 3 വരും. 5 വരും. 3 15. 510ലാണെങ്കിൽ 3 കൊണ്ട് ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ 1 വരും. ബാക്കി ഇവിടെ 21 വരും. 21ൽ 7 തവണ 170 വരും. നമുക്കിതിനെ 5 കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. രണ്ടിലും കോമൺ ആയിട്ട് പോകണം. HCF എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് പോകണമെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ എത്ര വരും? 3 വരും. 3 15. ബാക്കി ഇവിടെ എത്രയാണ്? 25 വരും. 25 എന്ന് പറയുമ്പോൾ 5 25. ഇനി 170 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ എത്ര വരും? 3 തവണ വരും. ഇവിടെ ശിഷ്ടം 2 വരും. 20ൽ 4 തവണയാണ്. ഓക്കെ, അപ്പൊ ഇനി എന്താണ്? ഇത് പോകില്ല. അപ്പൊ HCF എന്ന് പറയുന്നത് 3 × 5 15 ആണ് നമ്മുടെ HCF എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ഓരോന്നിനെയും ഈ പറയുന്ന നീളത്തെ എന്ത് ചെയ്യണം? 525നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എത്ര കിട്ടും? 35 എന്ന് കിട്ടും. പിന്നെ എന്താണ്? വീതിയായ 510നെ ഈ പറയുന്ന ലാസ്റ്റത്തെ 34 കൊണ്ട് 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? 34 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് 35 ടൈലും വേണം, 34 ടൈലും വേണം. അതെങ്ങനെ? നമുക്ക് ഇങ്ങനെയാണ് ഒരു റൂം പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു റോയിൽ നമുക്ക് 35 റോയും കോളമാണ് ഈ പറയുന്നത്. 35 34 നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ ആണ് എങ്കിൽ 35 സെന്റിമീറ്റർ വീതിയും 35 സെന്റിമീറ്റർ ഉള്ള ചതുരക്കട്ടകളും വേണം, 34ന്റെയും വേണം. ടോട്ടൽ എന്ന് പറയുമ്പോൾ 35 × 34 ആണ്. അതായത് 1190 എന്ന് വരും. പക്ഷെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ തന്നിരിക്കുന്നത് നൺ ഓഫ് ദീസ് ആണ്. കാര്യം ഇവിടെ ചതുരം എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവരെ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ അല്ല, നൺ ഓഫ് ദീസ് ആക്കി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ തുല്യ നിരകളിൽ നിർത്തുന്നു. ഓരോ വരിയിലും 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ ഒരു വരി കുറവായിരിക്കും. ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ 2 വരികൾ കൂടുതലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എണ്ണം. അപ്പൊ ഇവിടെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ റോയിൽ നമ്മളിങ്ങനെ അസംബ്ലിക്കൊക്കെ നിർത്തില്ലേ, ഇങ്ങനെ നിർത്തിയേക്കുവാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ കുറച്ച് കുട്ടികളെയും നിർത്തുന്നുണ്ട്. നമ്മൾ എങ്ങനെയൊക്കെ നിർത്തിയാലും ഈ പറയുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് എക്സ് വിദ്യാർത്ഥികളുണ്ട്, ഇങ്ങനെ ഇങ്ങനെ നിൽക്കുവാണ്. ഇവിടെ വൈ റോസ് ഉണ്ട്, വൈ വരികളുണ്ട് എങ്കിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് XY ആയിരിക്കും. അതായത് എൻ്റെ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്. ഞാൻ ആ 50 കുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം നമ്മൾ 5 പേരെ വീതം ഇരുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ 10 കോളം നമുക്ക് ആവശ്യമായിട്ട് വരും. എങ്കിൽ ഞാൻ നേരെ എന്ത് ചെയ്തു, ഇവരെ ഒരു വരിയിൽ 10 പേരെ വെച്ച് നിർത്തി. അപ്പൊ എന്ത് മതി, നമുക്ക് 5 വരി മതി. എങ്ങനെയൊക്കെ നമ്മൾ അവരെ നിർത്തിയാലും ആ കുട്ടികളുടെ എണ്ണത്തിന് അവിടെ എന്ത് സംഭവിക്കുന്നില്ല, മാറ്റം സംഭവിക്കുന്നില്ല. സോ സ്വാഭാവികമായിട്ടും ഇവിടെയും എന്താണ്, ഈ കുട്ടികളുടെ എണ്ണം XY എന്നുള്ളത് സെയിം ആണ്. ഓക്കെ, ഇനി നമ്മുടെ കണ്ടീഷനിലോട്ട് പോകാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓരോ വരിയിലും 3 കുട്ടികൾ വീതം കൂടുതലാണെങ്കിൽ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്, ഓക്കെ, അപ്പൊ വിദ്യാർത്ഥികളുണ്ട്, വരികളുണ്ട്. അപ്പൊ വിദ്യാർത്ഥികളെ നമുക്ക് X ആക്കിയും വരികൾ വൈയുമാണ്. ആകെ വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് XY ആണ്. പറയുന്നത് എന്താണ്, ഓരോ വരിയിലും 3 വിദ്യാർത്ഥികൾ കൂടുതൽ നിർത്തിയാൽ വരികളുടെ എണ്ണം എന്തായിട്ട് മാറും, 1 കുറയും. അങ്ങനെയാണെങ്കിലും ആൾക്കാരുടെ എണ്ണം XY സെയിം ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ നോക്കാം, നമുക്ക് എന്തെങ്കിലും ഒരു ഇക്വേഷൻ ആയിട്ട് കിട്ടും ഇത്, അല്ലെ? X into Y എന്ന് പറയുന്നത് XY ആണ്, പ്ലസ് 3 into Y എന്ന് പറയുന്നത് 3Y ആണ്. ഇനി എന്താണ്, മൈനസ് X into -1 എന്ന് പറയുന്നത് -X ആണ്. ഇവിടെ എന്ത് വരും, 3 into -1 എന്ന് പറയുന്നത് ഇവിടെ എത്ര വരും, -3 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു XY. അതായത് ഇവിടെ എന്താണ്, ഇവിടുത്തെ ഒരു XYയും ഇവിടുത്തെ ഒരു XYയും ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 3y - x എന്ന് പറയുന്നത് 3 എന്ന് കിട്ടി. ഇതൊരു ഇക്വേഷൻ ആണ്, ഇതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ, വിദ്യാർത്ഥികൾ 3 എണ്ണം വീതം കുറക്കുകയാണ് എങ്കിൽ എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്, വരികൾ 2 കൂടും, വരികളുടെ എണ്ണം 2 കൂടും. കുട്ടികളുടെ എണ്ണത്തിന് അപ്പോഴും എന്ത് സംഭവിക്കുന്നില്ല, മാറ്റം സംഭവിക്കുന്നില്ല. ഇനി എന്ത് ചെയ്യണം, X into Y എന്ന് പറയുന്നത് XY ആണ്, മൈനസ് X into 2 എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും, 2x എന്ന് വരും, പ്ലസ് 2x മൈനസ് 3y മൈനസ് 6 എന്ന് പറയുന്നത് XY ആണ്. ഈ XYയും ഈ XYയും ക്യാൻസൽ ആയി പോകും. ഇവിടെ എന്ത് വരും, 2x മൈനസ് 3y ഈക്വൽ ടു 6 എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് എവിടെ എഴുതി കാണിക്കാം. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്കൊരു 3y വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇവിടെയും ഉണ്ടല്ലോ ഒരു 3y. ആ 3yനെ നമുക്ക് എന്ത് ചെയ്യാം, 3y ഈക്വൽ ടു ഇവിടെ എന്ത് വരും, 3 + x എന്ന് വന്നു. ഈ ഇക്വേഷൻ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് 2x മൈനസ് എന്ത് വരും, 3yയുടെ പ്ലേസിൽ നമ്മൾ ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. 3 + x എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 6 എന്ന് വരും. അതായത് 2x മൈനസ് 3 മൈനസ് x എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ 2xൽ നിന്ന് x കുറക്കുമ്പോൾ x എന്ന് പറയുന്നത് 6, -3 ഇപ്പുറം വരുമ്പോൾ +3 ആകും. അതായത് 9 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്താ, ഒരു വരിയിൽ നമ്മൾ നിർത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 9 ആണെന്ന് കിട്ടി. ഇനി വരികളുടെ എണ്ണമല്ലേ വേണ്ടത്, y അല്ലേ കണ്ടുപിടിക്കേണ്ടത്. y എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് അറിയാവുന്നത്, ഇവിടെ നമുക്ക് അറിയാവുന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3y ഈക്വൽ ടു 3 + x ആണ്. അതായത് 3a + x എന്ന് പറയുന്നത് 9 ആണ്. 3 9 എന്ന് പറയുന്നത് 3y എന്ന് പറയുന്നത് 12 ആണ്. സോ y എന്ന് പറയുന്നത് 12 / 3 ആണ്. അതായത് എത്ര വരും, 4 വരും. കണ്ടോ, അതായത് ടോട്ടൽ എന്താണ്, 4 വരിയും 9, അല്ലെ, 9 4. അപ്പൊ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്, 9 × 4 36 കുട്ടികളാണ് ആ ക്ലാസ്സിലുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ ഇത് വരുവാന്നുള്ളത്. 3 കുട്ടികൾ, അല്ലെ, 3 വിദ്യാർത്ഥികൾ കൂട്ടിക്കഴിഞ്ഞാൽ 9 3 എന്ന് പറയുമ്പോൾ 12. 12 × 3 എന്ന് പറയും. ഒരു വരി കുറവാണ്, അപ്പോഴും നമുക്ക് എന്ത് കിട്ടി, 36 കിട്ടി. നെക്സ്റ്റ് എന്താണ്, കുട്ടികളുടെ എണ്ണം 3 കുറച്ചു എന്നല്ലേ പറയുന്നത് ഇവിടെ. അപ്പൊ x - 3 എന്ന് പറയുമ്പോൾ ഇവിടെ 6 വരും. ഇവിടെ എത്രയാണ് വരികളുടെ എണ്ണം, y എന്ന് പറയുന്നത് 4 ആണ്, 2 കൂടും. അപ്പൊ അതായത് 6 വരും. 6 × 6 36. കണ്ട, എങ്ങനെ വന്നാലും ആ 36 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 36 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 85 × 87 ×
കുറെ നമ്പർ തന്നിട്ട് 100 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാ പരീക്ഷാ ഹാളിൽ ഇരുന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇത് മൾട്ടിപ്ലൈ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ നമ്മൾ നോക്കിയാൽ മതി. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് നമുക്ക് ഈ 100 എന്ന് പറയുന്നത് നമുക്കറിയാം, പറയുന്ന 10 × 10 അതാണ് നമ്മുടെ 100ലേക്ക് എത്താനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു 5ഉം ഒരു 2ഉം നമുക്ക് വേണം. ഈ സംഖ്യകളെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 5ഉം 2ഉം ഉണ്ടോ ഉള്ളത് നോക്കണം. ഇതിലൊന്നും എന്തായാലും 5ഉം 2ഉം വരില്ല എന്ന് നമുക്കറിയാം അല്ലെ. ആകെ 5ഉം 2ഉം വരാൻ ചാൻസ് ഉള്ളത് ഇതിലും മാത്രമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറയുന്ന 85നെ ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 85നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്തെന്ന് കിട്ടും? 5 17 ആണ് കേട്ടോ. 17 × 5 ആണ് 85 എന്ന് പറയുന്നത്. 5 ഉണ്ടാ 35 വരും, ഇവിടെ 5 85. അപ്പൊ നമുക്ക് കിട്ടി 17 × 5 എന്ന് കിട്ടി. ഇനി നമ്മുടെ 95നെയും നമുക്ക് അതേപോലെ നോക്കാം. 95നെയും നമുക്ക് ഫാക്ടറൈസ് ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ എന്ത് കിട്ടും? നമുക്ക് ഇതിനെ 95നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ 5 ഇവിടെ 19 കിട്ടും. അതായത് 19 × 5 ആണ് എന്ത്? 95 എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാവുന്നത് ഈ 96നെ നമുക്ക് നോക്കാം. 96 എന്ന് പറയുമ്പോൾ അതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം 2 കൊണ്ട് ചെയ്യാം. എത്ര വരും? 96 എന്ന് പറയുമ്പോൾ 48 വരും. എഗെയിൻ 2 കൊണ്ട് ചെയ്യാം, 24 വരും. എഗെയിൻ 2 കൊണ്ട് ചെയ്യാം, എത്ര വരും? 12 വരും. പിന്നെയും 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 6 വരും. എഗെയിൻ 2, ഇവിടെ 3 വരും. 3 കൊണ്ട് ചെയ്യുക, നിർത്താം നമുക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ 3ന്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇത് എത്രയാണ് ഈ പെയർസ് എന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 5 കിട്ടുന്നുണ്ട്. ഈ 85ലും നമുക്കൊരു 5 കിട്ടുന്നുണ്ട്. ഈ 95ലും നമുക്കൊരു 5 കിട്ടുന്നുണ്ട്. ഇവിടെ 5 × 17 വരും. ഇവിടെ 5 × 19 വരും. ബാക്കി ഇവിടെ 96 എഴുതിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 × 2 × 2 × ഉണ്ടോ? 2 2 1 2 3 4 5 എണ്ണം ഉണ്ട്. × 3 × 1 എന്ന് വന്നു. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 5 അല്ലേ. ഇവിടെ നമുക്ക് ഈ 5 × 2 ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഈ പറയുന്ന 10 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നത്. അപ്പൊ നോക്കിക്കേ, 5 × 2 ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഒരു സെറ്റ് നമ്മൾ എടുത്തു. 10ലേക്ക് മാറ്റാനായിട്ട് നമ്മൾ ഒരു സെറ്റ് എടുത്തു. നമുക്ക് വേണ്ടത് 100 കൊണ്ട് ഹരിക്കുമ്പോഴാണ്. നമ്മൾ അടുത്ത സെറ്റും എടുത്തു. 5ഉം 2ഉം 10 അല്ലെ. അപ്പോൾ ഓൾറെഡി ഒരു 10 × 10 100 എന്ന് വരും. അതായത് ഇവിടെ എത്ര വലിയ നമ്പർ കൊണ്ട് നമ്മൾ ഇനി ഗുണിച്ചാലും ലാസ്റ്റ് നമുക്ക് 2 0 വരും. 2 0 വന്നു കഴിഞ്ഞാൽ അതിനെ ഹരിക്കുമ്പോൾ എന്താണ്? ശിഷ്ടം എന്ത് ചെയ്യില്ല? വരില്ല. ശിഷ്ടം അപ്പോൾ ഇവിടെ 0 ആയിരിക്കും. അപ്പൊ നമ്മൾ 400നെ 2 0 അവസാനം വന്നു, അതിനെ നമ്മൾ 100 കൊണ്ട് ഹരിച്ചു. അപ്പൊ നമുക്ക് കിട്ടുന്നത് 4 ആണ്. കണ്ടോ? അവിടെ ശിഷ്ടം എന്താണ്? 0 ആണ് വരുന്നത്. ഇപ്പോൾ 2500 എന്ന് വന്നു, അതിനെയും നമ്മൾ 100 കൊണ്ട് ഹരിച്ചു. ലാസ്റ്റ് 2 0 വന്നാൽ അത് കട്ടായി പോകും. അവിടെയും ശിഷ്ടം എന്താണ്? 0 ആണ്. അപ്പൊ ഈ ഒരു സംഖ്യ എത്രയോ വലിയ നമ്പറാണ്. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും ലാസ്റ്റ് ഈ 2 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വന്നിരിക്കും. നമ്മൾ ഫാക്ടറൈസ് ചെയ്തപ്പോൾ മനസ്സിലായി അത് വരും എന്നുള്ളത്. സോ ഇവിടെ ശിഷ്ടം എന്ന് പറയുന്നത് 0 ആയിട്ട് വരും. നെക്സ്റ്റ് നോക്കാം. ABCDEF എന്നീ 2, 3 സംഖ്യകൾ ABCDEF എന്നിവ വ്യത്യസ്തമല്ലാത്ത പൂജ്യമല്ലാത്ത അംഗങ്ങളാണ്. വ്യത്യസ്തമായ പൂജ്യമല്ലാത്ത അംഗങ്ങളാണ്. കൂടാതെ ABC + DEF എന്ന് പറയുന്നത് 11 11 ആണ്. എങ്കിൽ A + B + C ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? ഇത് തമ്മിൽ കൂട്ടുവാണ് അല്ലെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ABCയും DEFും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇതാണ് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് റാൻഡം ആയിട്ട് നോക്കാം. ABC, അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? 11 കിട്ടണം തമ്മിൽ കൂട്ടുമ്പോഴേക്കും. അപ്പൊ സിയുടെ പ്ലേസിൽ നമ്മൾ ജസ്റ്റ് നമുക്ക് എഴുതാം 9 എഴുതാം. C 9 ആണെങ്കിൽ ഇവിടെ നമുക്ക് 2 എഴുതുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ആൻസർ നമുക്കിവിടെ എന്തായിരിക്കണം? ഇത് തന്നെ ആയിരിക്കണം ആൻസർ. 9ഉം 2ഉം 11. ഇവിടെ ശിഷ്ടം 1 വരും അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ വ്യത്യസ്തമായ നമ്പർ വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പൊ നമ്മളിവിടെ 9 എഴുതി, ഇവിടെ 2 എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇവിടെ 11 കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ 3 എഴുതാം. ഇവിടെ എത്രയാണ്? 7 വരും. നോക്കിക്കേ, 7 3 10, 10 1 11 ആണ്. വീണ്ടും ഇവിടെ 1 വന്ന് ഇവിടെ 1 വരും. ഇനി എന്താണ്? നമുക്ക് ഒന്നുകൂടെ നമുക്ക് വരുമല്ലേ നമ്പർ? വ്യത്യസ്തങ്ങളായ നമ്പർ ആയിരിക്കണം. 7 3 9ഉം 2ഉം എഴുതി. ഇനി നമുക്ക് എഴുതാനായിട്ട് പറ്റുന്ന എന്താണ്? ഇവിടെ നമുക്ക് 6 എഴുതി നോക്കാം. ഓക്കെ, അപ്പൊ 6 എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? 6 1 7 ആയി. 7ഉം 4ഉം ആണ് 11 എന്ന് പറയുന്നത്. കണ്ടോ? ഇങ്ങനെ ഒരു സെറ്റ് നമ്പർ എഴുതി നോക്കിക്കേ. ഇതാണ് നമ്മുടെ നമ്പർ എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ആൻസർ ഇത് കിട്ടി. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? അപ്പൊ നമുക്കിത് ഇതാണ്. A എന്ന് പറയുന്നത് 6 ആണ്. B എന്ന് പറയുന്നത് 7 ആണ്. C എന്ന് പറയുന്നത് 9 ആണ്. D എന്ന് പറയുന്നത് നമുക്ക് എന്ത് എടുക്കാം? നമുക്ക് D എന്ന് പറയുന്നത് 4 ആണ്. E എന്ന് പറയുന്നത് 3 ആണ്. F എന്ന് പറയുന്നത് 2 ആണ്. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്രയാണെന്നാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം?
7 3 10 ഇവിടെ എത്ര വരും? ഇവിടെ 6 4 10. അപ്പൊ 10 10 20ആയി. 29 2 31 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇത് തന്നെ. ഇപ്പൊ ഞാനിവിടെ 9 2 എടുത്തതേ ഉള്ളൂ. ഇനി നിങ്ങൾക്കിവിടെ വേറെ നമ്പർ എടുക്കാം. നമുക്ക് ആൻസർ വരേണ്ടത് ഈ 11 11 അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഞാനിവിടെ ജസ്റ്റ് ഇവിടെ 7 കൊടുത്തു അല്ലെ. 7 4 എന്ന് പറയുന്നത് 11 അപ്പോൾ ഓൾറെഡി ഇവിടെ 7 4 വന്നു. ഇവിടെ 1 വരും, ശിഷ്ടം 1 വരും. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ ഏതെടുക്കാം നമുക്ക്? ഇവിടെ 8 എടുത്താൽ 8 2 10 10 1 11ആയി. ഇവിടെ 1 വന്നു, ശിഷ്ടം വീണ്ടും 1 വരും. ഇവിടെ നമുക്ക് 1 കൊടുക്കാം. ഇവിടെ 1 9 10 10 1 11 കിട്ടി. കണ്ടോ? എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷെ ഇത് എങ്ങനെയൊക്കെ നമ്മൾ എടുത്താലും ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ നമ്പേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കും. 1 9 എത്രയാണ്? 10 10 10 20 20 7 27 27 4 എന്ന് പറയുന്നത് 31 ടോട്ടൽ എന്ന് പറയുന്നത് 31. ഇത് റാൻഡം ആയിട്ട് എടുത്ത് എങ്ങനെ എടുത്താലും നമുക്ക് ആൻസർ ആയിട്ട് എന്ത് വരും? 31 വരും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കൃത്യമായൊരു ക്ലോക്ക് രാവിലെ 8 മണി കാണിക്കുന്നു. ഉച്ച കഴിഞ്ഞ് 2 മണി കാണിക്കുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി കറങ്ങും? കൃത്യമായൊരു ക്ലോക്ക് രാവിലെ 8 മണി, 8 ടു ഉച്ചയ്ക്ക് എത്രയാണ്? 8 AM മുതൽ ഉച്ചയ്ക്ക് 2 PM വരെ എത്ര മണിക്കൂർ ഉണ്ടെന്ന് നോക്കി. 8 കഴിഞ്ഞ് 9 10 11 12 1 2 അല്ലെ. 1 2 3 4 5 6 മണിക്കൂറുണ്ട് ആ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, 6 മണിക്കൂർ ഗ്യാപ്പാണുള്ളത്. 1 മണിക്കൂറിൽ ക്ലോക്ക് കറങ്ങുന്ന സമയം എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്? 30 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. 1 മണിക്കൂറിൽ ക്ലോക്ക് കറങ്ങുന്നത് 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 6 മണിക്കൂർ കൊണ്ട് എത്രയായിരിക്കും? 6 × 30 180 ഡിഗ്രി ആയിരിക്കും അത് കറങ്ങുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ക്ലോക്കിൽ 5 മണി അടിക്കാൻ 8 സെക്കൻഡ് എടുക്കുന്നു. അതേ ക്ലോക്കിൽ 10 മണി അടിക്കാൻ എത്ര സെക്കൻഡ് വേണം? 5 മണി അടിക്കണം. അതായത് ഇവിടെ ഒരു മണി അടിച്ചു. 1 2 3 4 5 കണ്ടാ? 1 2 3 4 4 ഗ്യാപ്പാണ് വേണ്ടത്. അപ്പൊ 4 ഗ്യാപ്പിന് 8 സെക്കൻഡ് എടുക്കും. അങ്ങനെയാണെങ്കിൽ 10 അടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 1 കുറച്ചാൽ മതി. അപ്പൊ 9 ഗ്യാപ്പാണ്. ഈ 9 ഗ്യാപ്പിന് എത്ര സെക്കൻഡ് എടുക്കുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത്? 4 ഗ്യാപ്പിന് 4 ബെല്ലിന് 8 സെക്കൻഡ് ആണെങ്കിൽ 9 ബെല്ലിന് എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? സെയിം നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്ത് വരും? 9 × 8 ഡിവൈഡ് ബൈ 4 എന്ന് വരും. ഇവിടെ കട്ടായി പോകും. ഇവിടെ 2 വരും. 9 × 2 18 വരും. ഓപ്ഷൻ സി 18 സെക്കൻഡ് ആണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്യാം. 4 ബെല്ലടിക്കാൻ 8 സെക്കൻഡ് വേണമെങ്കിൽ 1 ബെല്ലടിക്കാൻ എത്രയാണ്? 8/4. അതായത് ഇവിടെ എത്ര വരും? 2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 9 അടിക്കാനായിട്ട് എത്ര വേണം? 9 × 2 18 വേണം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നെക്സ്റ്റ് നോക്കാം. ഒരു ക്യൂ തുടങ്ങുമ്പോൾ നിങ്ങൾ 2 അറ്റത്ത് നിന്നും 9ാമത്തെ വ്യക്തിയാണെങ്കിൽ ക്യൂവിൽ ആകെ എത്ര പേര്? ടോട്ടലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇവിടെ നിന്നുള്ള നമ്പരും ഉണ്ട്, ഇവിടെ നിന്നുള്ള നമ്പരും ഉണ്ട്. നമ്മളത് കോമൺ ആണ്. എങ്ങനെ വന്നാലും നമ്മുടെ എണ്ണം 9 ആണ്. അതായത് എനിക്ക് മുന്നിൽ എത്ര പേരുണ്ട്? 8 പേരുണ്ട്. എനിക്ക് കീഴെയും എത്ര പേരുണ്ട്? 8 പേരുണ്ട്. അപ്പൊ 8 + 8 + 1 ചെയ്താൽ മതി. എന്നെയും കൂടി കൂട്ടണ്ടേ? 8 + 8 + 1. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1 ചെയ്താൽ മതി. 8 8 എത്ര? അല്ല, ഇവിടെ 9 ആണ്, ഇവിടെ 9 ആണ്. 9 9 18. 18 1 കുറക്കുമ്പോൾ 17. ഇവിടെ 8 8 16. 16 1 കൂട്ടുമ്പോഴും 17. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ ലോജിക്കാണ്. അതൊക്കെ ആദ്യ 100 എണ്ണൽ സംഖ്യകളിൽ എഴുതിയാൽ 8 എത്ര തവണ ആവർത്തിക്കും എന്നാ ചോദിച്ചിരിക്കുന്നത്. 8 എത്ര തവണ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകൾ. അപ്പൊ നമുക്ക് ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളിൽ നമുക്കറിയാം 8 ഉണ്ട്, 18 വരും, പിന്നെ എന്താണ് 28 വരും, 38 48 58 68 78 വരും, 88 വരും, 98 വരും അല്ലെ. ഇത്രയും അല്ലേ. അപ്പോൾ നോക്കിക്കേ 1 2 3 4 5 6 7 8 9 10 11 വരും. ഇനി നോക്കിക്കേ നമ്മുടെ ഈ പറയുന്ന 80 ഉണ്ടല്ലേ. 80 81 82 83 84 85 86 87 88 നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു. 89. ഓക്കെ, ഇത്രയും 8 പിന്നെയും വരുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ 1 2 3 4 5 6 7 8 9. ഓൾറെഡി ഇവിടെ 11 നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു 9 കൂടി വരുമ്പോൾ 20 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി 20 ആണ് ആൻസർ കിട്ടുന്നത്. പക്ഷെ PSCയുടെ ആൻസറിൽ 19 ആണ് തന്നിരിക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല. 20 ആണ് നമുക്ക് ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് 20 തന്നെയാണ് ആൻസർ വരുന്നത്. 8 എത്ര തവണ ആവർത്തിക്കുന്നു എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 20 ആണ് ആൻസർ വരുന്നത്. ഇനിയിപ്പോ ഈ 88 നിന്ന് മൈനസ് എന്താണെന്ന് അറിയില്ല. 20 ആണ് എനിക്ക് കിട്ടിയ ആൻസർ. 19 ആണ് PSC തന്നിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് നോക്കാം. കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏത്? ഇവിടത്തെ ഇതും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമുക്ക് ശരിക്കും ലോജിക്കുണ്ട്. ഇവിടെ നോക്കി 5 3 8 8 2 10 6 4 10 5 3 8 8 2 10 6 4 10. ഇവിടെ എത്രയാണ്? 3 2 6 6 4 10 വരും. 6 3 9 9 1 10 വരും. 2 4 4 8 8 2 10. ആ ഒരു ലോജിക്ക് പറ്റില്ല, എല്ലാം 10 തന്നെയാണ്. 5 5 2 7 6 4 10 5 3 8 2 10 3 2 6 6 4 10 6 3 9 1 10. എല്ലാം ഇത് തന്നെയാണ് വരുന്നത്. അപ്പൊ ആ ലോജിക്ക് പറ്റില്ല. അപ്പൊ പല ലോജിക്കുകൾ നമുക്ക് അതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഒരു ടാങ്കിന്റെ 1/4 ഭാഗത്തിൽ 135 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയും. 150 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ടാങ്കിന്റെ എത്ര ഭാഗമാണ് നിറഞ്ഞിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ നോർമലി ചെയ്യുന്നത് 1/4 എന്ന് പറയുന്നത് 135 ആണെങ്കിൽ ഈ പറയുന്ന 180 എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രോസ് ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? 2 എണ്ണം ഉള്ളതിനെ മുകളിൽ എഴുതുക, 1 എണ്ണം ഉള്ളതിനെ താഴെ എഴുതുക. ഓക്കെ. ഇത് നമുക്കിവിടെ കട്ട് ചെയ്ത് കളയാം. ഇവിടെ 45 വരും. അതായത് 45/135 എന്ന് വരും. 45 135 കൂടി എത്ര തവണയാണ്? 1 45 × 3 ആണ് 135 എന്ന് പറയുന്നത്. സോ 1/3 എന്ന് വരും ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ശ്രേണിയിലെ അടുത്ത സംഖ്യ കണ്ടെത്താൻ. 1 6 13 24 41 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ലോജിക്ക് എന്ന് പറയുന്നത് 1 6 13 24 41. വ്യത്യാസം നമുക്ക് നോക്കാം. ഇവിടുത്തെ വ്യത്യാസം 5 ആണ്, ഇവിടുത്തെ വ്യത്യാസം 7 ആണ്, ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് 11 ആണ്, ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് 17 ആണ്. ഇനി ഇവിടെ നോക്കിക്കേ, ഇതിനോട് 2 കൂട്ടിയല്ലേ പോയിരിക്കുന്ന. 2 കൂട്ടി ഇവിടെ 2 കൂട്ടി, ഇവിടെ എത്രയാണ്? 4 കൂട്ടി, ഇവിടെ 11ഉം 6 കൂട്ടി. സോ അടുത്ത എന്തായിരിക്കണം? 8 കൂട്ടണം അല്ലെ? 8 കൂട്ടണം എന്ന് പറയുമ്പോൾ 17ഉം 8 എന്ന് പറയുമ്പോൾ 25 വരണം. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഈ സംഖ്യയോട് 25 കൂട്ടിയാൽ മതി. 41നോട് 25 കൂട്ടുമ്പോൾ 66 കിട്ടും. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഇംഗ്ലീഷ് ആണ് വരുന്നത്. ഐ ഡാഷ് സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെന്റ് ബൈ ആഫ്റ്റർനൂൺ. ഡാഷ് സപ്പോസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതോടെ V3 ഫോം ആണ് വരേണ്ടത്. V3 ഫോം ആകുമ്പോൾ അവിടെ എന്താണ്? ബി ഫോംസ് ഏതെങ്കിലും വരണം. ഓക്കെ. ഇവിടെ നോക്കിക്കേ, ഷുഡയും ഉണ്ട്, ആറിൻ്റെയും ഉണ്ട്, ആമയും ഉണ്ട്. ഷുഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് മോഡൽ ഓക്സിലറി ആണ്. അപ്പൊ അവിടെ എന്താണ്? അത് വരില്ല. ഇനി നമുക്ക് എന്താണ്? ആറിൻ്റെയും വരാം, ആമയും വരാം ഇവിടെ ആൻസർ ആയിട്ട്. സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെന്റ് ബൈ ആഫ്റ്റർനൂൺ. ആറിൻ്റെ ചോദിക്കാം, ആമൈ ചോദിക്കാം, രണ്ടും സെയിം ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരേണ്ടത് ഏതാണ്? ബോത്ത് 2 and 3 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. സ്റ്റുഡൻസ് ആർ അഡ്വൈസ് ടു റിഫ്രെയിൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? റിഫ്രൈൻ ഫ്രം ആണ്. റിഫ്രൈൻ ഫ്രം ബാഡ് കമ്പനി എന്നുള്ളതാണ്. റിഫ്രൈൻ ഫ്രം ആണ്. സോ ഓപ്ഷൻ ഡി ആണ്. നമ്മൾ കുറേ എങ്ങനെ പറയുന്നുണ്ട് അല്ലെ? മെയ്ഡ് ഫ്രം, ഡൈഡ് ഫ്രം, അങ്ങനെ കുറേ നമ്മൾ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം പ്രയർ അല്ലെ, സുപ്പീരിയർ ആന്റീരിയർ ഒക്കെ വരുമ്പോൾ നമ്മൾ പ്രിഫർ ഒക്കെ വരുമ്പോൾ ടു ചേർക്കണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് റിഫ്രൈൻ വരുമ്പോൾ എന്താണ്? ഫ്രം ആണ് വരേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. എ ഫ്യൂ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സ്ട്രൈക്ക്. എ ഫ്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു പോസിറ്റീവ് ആണ്. ഓക്കെ. എ ഫ്യൂ എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആണ്. എ ഫ്യൂ അല്ലെ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. എ ഫ്യൂ പോസിറ്റീവ് ആണ്. അതായത് എ ഫ്യൂ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സ്ട്രൈക്ക്. അപ്പൊ ഇവിടെ എന്ത് വേണം? പാർട്ടിസിപ്പേറ്റഡ്. ഇവിടെ എന്താണ്? ഡിഡ് പ്ലസ് പാർട്ടിസിപ്പേറ്റ് അല്ലേ വരേണ്ടത്. അപ്പൊ ഡിഡ് ആണ് ഇവിടെ വരേണ്ടത്. ഇവിടെ ആൻസർ ആയിട്ട് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കണം. സോ ഇവിടെ ഏതാണ് നെഗറ്റീവ് വരുന്നത്? ഇത് രണ്ടുമല്ല, ഒന്നെങ്കിൽ ഈസ് ഇൻഡിറ്റ് അല്ലെങ്കിൽ ഡിഡ് ഇൻഡിറ്റ്. അപ്പൊ ഇവിടെ എന്ത് വരണം? ഡിഡ് ഇൻഡ് ദൈ അല്ലെ. അപ്പൊ ഓപ്ഷൻ ബി ഡിഡ് ഇൻഡ് ദൈ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. വേർ ഈസ് ദ ബസ് സ്റ്റാൻഡ് സെഡ് ദ യങ് മാൻ. ഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാനാണ് അല്ലെ, ഇൻഡയറക്റ്റിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ് ബസ് സ്റ്റാൻഡ് എന്ന് ചോദിക്കുവാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് വരുമ്പോൾ നമ്മളവിടെ ചെയ്യേണ്ടത് അവിടെ എന്താണ്? അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് എപ്പോഴും അവിടെ എന്ത് വരണം? ആ ഓക്സിലറി വെർബ് ലാസ്റ്റ് ആയിട്ട് വരണം അല്ലെ. ദ യങ് മാൻ എൻക്വയർഡ് അല്ലെ. യങ് മാൻ എന്താണ്? വാണ്ടഡ് ടു നോ വെയർ ദ ബസ് സ്റ്റാൻഡ് വാസ്. കണ്ടോ, ലാസ്റ്റ് അത് വരുന്നത് എന്താണ്? ഈ ഒരു ഒറ്റ ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ എന്താണ്? ഇൻട്രഗേറ്റീവ് ആണ്. അതായത് ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ വരുമ്പോൾ അവിടുത്തെ
എന്തായിട്ട് മാറും? ഈസ് എന്ന് പറയുന്നത് എന്താകും? വാസ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? ഇൻട്രോഗേറ്റീവ് സെന്റൻസിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചോദ്യത്തിൽ എന്താണോ ഓക്സിലറി വെർബ് അതിനെ എന്താക്കി മാറ്റണം? നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ വരേണ്ട ആൻസർ ഓപ്ഷൻ സി ആണ്. The singer performed എന്താണ്? At the concert for the 2 hours melodiously for 2 hours at the concert, for 2 hours melodiously at the concert for 2 hours. ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്? ഓപ്ഷൻ സി ആണ്. The singer performed for 2 hours melodiously at the concert എന്നാണ്. ഓക്കെ, അതായത് അതിനൊരു ഇതുണ്ട്, നമ്മുടെ ടൈം അതൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ മാനർ എന്താണോ അല്ലെങ്കിൽ പ്ലേസ്, ടൈം, ആ ഒരു ഓർഡറിൽ വേണം നമുക്ക് പോകാനായിട്ട്. അപ്പൊ എന്താണ് ഇവിടെ? സിംഗർ ആണല്ലേ പറഞ്ഞത്. സിംഗർ പെർഫോംഡ് ഫോർ 2 hours മെലോഡിയസ്ലി അറ്റ് ദ കൺസേർട്ട്. ഇതാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. I expressed my strong desire to learn dash kayaking dash canoeing to know the differences. എന്താണ്? രണ്ടും പഠിക്കണം അങ്ങനെയാണ് പറയുന്നത് അല്ലേ, എന്നാലല്ലേ ഡിഫറൻസ് അറിയാൻ പറ്റുള്ളൂ. സോ ഇവിടെ എന്ത് വേണം? ലേൺ ബോത്ത് കയാക്കിംഗ് ആൻഡ് എന്നാണ് വേണ്ടത്. ബോത്ത് ആൻഡിന്റെ ഏതർ ഓർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇതെന്നുള്ള കണ്ടീഷനാണ്. സോ ഇവിടെ എന്ത് വേണം? രണ്ടും എനിക്ക് പഠിക്കണം, എന്നാലല്ലേ എനിക്ക് ആ ഡിഫറൻസ് മനസ്സിലാകുള്ളൂ. സോ എന്ത് വേണം? ബോത്ത് കയാക്കിംഗ് ആൻഡ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. There are no less than 50 packets of noodles in the carton. കറക്റ്റ് സെന്റൻസ്. ഇവിടെ പാക്കറ്റ്സ് ഓഫ് നൂഡിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ പാക്കറ്റ്സ് ഓഫ് നൂഡിൽസ് എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ. ഓക്കെ, ഈ പാക്കറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ട് ചെയ്യാൻ പറ്റും. സോ ഇതൊരു കൗണ്ടബിൾ നൗൺ ആണ്. കൗണ്ടബിൾ നൗൺസിന്റെ ഒപ്പം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ഫ്യൂ എന്നൊരു വേർഡാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ദാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതെന്താണ്? ഒരു കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. സോ ഫ്യൂവിന്റെ കമ്പാരിറ്റീവ് ഫോം എന്താണ്? ഫ്യൂവർ എന്നല്ലേ നമ്മൾ പറയുന്നത്. സോ ഇവിടെ വരേണ്ടത് ഫ്യൂവർ ആണ്. അപ്പൊ ഫ്യൂവർ ഉള്ളത് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. there are no fewer than 50 packets of noodles in the cart എന്നാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ്? കൗണ്ടബിൾ ആണെങ്കിൽ പഠിച്ചു വെച്ചോ. കൗണ്ടബിൾ ആണെങ്കിൽ നമ്മൾ അവിടെ ഫ്യൂ അല്ലെങ്കിൽ ഫ്യൂ ആ ഒരു ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി അൺകൗണ്ടബിൾ ആണെങ്കിലോ, അൺകൗണ്ടബിൾ ഇപ്പൊ വാട്ടർ, ഷുഗർ എന്നൊക്കെ പറയുന്നത് നമുക്ക് അൺകൗണ്ടബിൾ ആണ്. അതിനോടൊപ്പം നമ്മൾ എന്താണ്? ലെസ് എന്നുള്ളതാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, പഠിച്ചു വെക്കണം. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഇയർ ഐ ഡാഷ് ഗിറ്റാർ ഫോർ 20 years. നെക്സ്റ്റ് ഇയർ അടുത്ത വർഷം എത്തുമ്പോഴേക്കും എന്താണ് അല്ലെ? നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് ബീൻ പ്ലേയിങ് ഗിറ്റാർ ഫോർ 20 years എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് ബീൻ പ്ലേയിങ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വേണ്ടത്. അതായത് നമ്മൾ എന്താണ് ഒരു അടുത്ത വർഷം നമ്മളിത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ തന്നെയാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ അടുത്ത വർഷം ആകുമ്പോഴേക്കും ഞാൻ എന്താണ് ഏകദേശം 20 വർഷത്തോളം ആയിട്ടുണ്ടെന്നുള്ളതാണ്. സോ ഐ വിൽ ഹാവ് ബീൻ പ്ലേയിങ് ഗിറ്റാർ ഫോർ 20 years എന്നാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആർ വി നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ? ഇവിടെ തന്നിരിക്കുന്നത് പാസീവ് വോയിസിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പൊ ആക്റ്റീവ് വോയിസിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈസ് ആറാം അല്ലെ, ഒന്നുകിൽ ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആറ് വരും. പിന്നെന്താണ് വേണ്ടത്? സബ്ജക്റ്റ് വരും. പിന്നെന്താണ്? സബ്ജക്റ്റ്, പിന്നെന്ത് വേണം? വെർബിന്റെ ING ഫോം വേണം. വെർബിന്റെ ING ഫോം പ്ലസ് എന്ത് വേണം? നമുക്ക് സെയിം ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് വേണം. ഓക്കെ, ഇവിടെ നമുക്ക് നേരെ തിരിയും. കാര്യം പാസീവ് വോയിസിനെ നമുക്ക് പാസീവ് വോയിസിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴേക്കും ഒബ്ജക്റ്റ് ആണ് നമുക്ക് ആദ്യം വേണ്ടത്. സോ ഇവിടെ നമുക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലെസൺ ആണ്. സോ ഇതാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഓക്കെ, ഈസ് ദ ലെസൺ. അപ്പൊ ഇവിടെ എന്ത് വേണം? ഈ ഒരു കണ്ടീഷൻ സെയിം ആണ്. ഇവിടെ സബ്ജക്റ്റും ഒബ്ജക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആകുമെന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്ത് വേണം? ഈസ് ദ ലെസൺ ഗോയിങ് ടു ബി ഫിനിഷ്ഡ് ബൈ us ടുഡേ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് പറയേണ്ടത്. His teacher tried to correct him by giving valuable advices. ഇവിടെ ഇതാണ് നമുക്ക് തെറ്റ് വരേണ്ടത്. കറക്റ്റ് സെന്റൻസ്. അഡ്വൈസസ് എന്ന് പറയുന്നത് എന്താണ്? ഉപദേശം കൊടുത്തു. അഡ്വൈസ് എന്ന് പറയുന്ന നൗൺ ആണ് അല്ലെ. അത് നമുക്ക് എന്താണ്? അതിനെ നമ്മൾ ഈ അഡ്വൈസ് ഈ CE വരുമ്പോഴേക്കും അതെന്ന് പറയുന്നത് ബഹുവചന രൂപമില്ല. ഇതൊരു അല്ലെ. അപ്പോൾ ഇവിടെ ഏതാണ്? അഡ്വൈസസ് എന്ന് പറയില്ല, അഡ്വൈസ് മതി. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഹിസ് ടീച്ചർ ട്രൈ ടു കറക്റ്റ് ഹിം ബൈ ഗിവിംഗ് വാല്യൂബിൾ അഡ്വൈസ്. ഉപദേശം കൊടുത്തു, അവനെ കറക്റ്റ് ചെയ്യാനായിട്ട് ടീച്ചർ ശ്രമിച്ചു എന്നുള്ളതാണ്. ഈ അഡ്വൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഉപദേശിക്കുക എന്നുള്ള ആ ഒരു മീനിങ്ങിൽ, അതായത് വെർബായിട്ട് വരുന്നതാണ് അഡ്വൈസ്. ഓക്കെ, എസ് വരുന്നത്. എസ് എന്ന് പറയുന്ന ഒരു വെർബാണ്.
മറ്റേത് എന്താണ്, അത് അവിടെ ഒരു നൗൺ ആയിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് നോക്കാം. Yesterday, Tim parked in a restricted area and the police dashed his truck. ഇവിടെ പറയേണ്ട എന്താണ്, അവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ പോയി പാർക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ എന്താണ്, ഇംപൗണ്ടഡ് ആണ്, ഇംപൗണ്ടഡ് ഹിസ് ട്രക്ക് ആണ്. അവന്റെ ആ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ പാർക്ക് ചെയ്തപ്പോൾ അവന്റെ എന്ത് ചെയ്തു, അതിനെ ഇംപൗണ്ടഡ് ചെയ്തു, അതായത് പിടിച്ചു വെച്ചു എന്നുള്ള മീനിങ് ആണ്. I was dashed when they rang up and informed that I had won one lottery. I was എന്താണ്, ഫ്ലൈങ് ഓഫ് ദ ഹാൻഡിൽ ആണ്. ഫ്ലൈങ് ഓഫ് ദ ഹാൻഡിൽ എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു ആംഗ്രി, ആ ഒരു മീനിങ് ആണ് കേട്ടോ വരേണ്ടത്. ഓൺ ദ ക്ലൗഡ് നയൻ, അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓൺ ക്ലൗഡ് നയൻ എന്ന് പറഞ്ഞാൽ ഹാപ്പി മീനിങ് ആണ്, ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പി ആണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ലോസ് വൺസ് ടെമ്പർ സഡൻലി ആൻഡ് അൺറെസ്പെക്റ്റഡ്ലി, ആ ഒരു മീനിങ് ആണ് ഈ പറയുന്ന ഫ്ലൈങ് ഓഫ് ദ ഹാൻഡിൽ എന്ന് പറയുന്നത്. ഐ വാസ് ഫ്ലൈങ് ഓഫ് ദ ഹാൻഡിൽ വെൻ ദേ റാങ് അപ്പ് ആൻഡ് ഇൻഫോംഡ് ദാറ്റ് ഐ ഹാഡ് വോൺ ദ ലോട്ടറി. ഓക്കെ, ഇറ്റ് വാസ് ഹെർ ഫസ്റ്റ് അപ്പിയറൻസസ് ഇൻ പബ്ലിക് ആസ് എ പെർഫോമർ ഇൻ ബോളിവുഡ് മൂവീസ്. ഫസ്റ്റ് അപ്പിയറൻസിനെ നമ്മൾ എന്താണ് പറയുന്നത്, ഡെപ്റ്റ് എന്നാ പറയുന്നത്. ഡിബെറ്റ് നമ്മൾ ഡെപ്റ്റ് എന്ന് പറയുന്നത് മറ്റേ കടമല്ല, DEBT അല്ലേ, ഇത് കണ്ട, ഇതാണ് DEBUT ആണ്, ഡിബറ്റ് ആണ്, ഡിബറ്റ്. ഓക്കെ, ഫസ്റ്റ് അപ്പിയറൻസിനെ പറയുന്നതാണ് ഇത്. ദ കമ്പനി സെലിബ്രേറ്റഡ് ദ അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഓൾ ദെയർ ഗോൾസ്. ഇവിടെ എന്താണ്, ചൂസ് ദ ആന്റോണിം, അതായത് അക്കംപ്ലിഷ്മെന്റിന്റെ ആന്റോണിം ആണ് നമുക്ക് വേണ്ടത്. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അക്കംപ്ലിഷ് എന്ന് പറയുന്നത് ശരിക്കും വിജയം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് വരേണ്ടത് ഫെയിലിയറും വരാം, ഈ പറയുന്ന ഡിബേസ്, ഇതും അതിന്റെ ഏകദേശം ഒരു ഫെയിലിയർ, ആ ഒരു സിനോണിമായിട്ട് നമ്മൾ വരുന്നതാണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. The weather is suitable for sowing seeds. Choose a similar word for the underlined word. അതായത് suitable, suitable എന്താണ് നമുക്ക് വേണ്ടത്, സിനോണിം ആണ് വേണ്ടത്. അതെന്താണ്, കൺജീനിയൽ. ഓക്കെ, ഇതാണ് അതിന്റെ suitable എന്ന മീനിങ് ആയിട്ട് വരേണ്ടത്. ചൂസ് എ വേർഡ് ദാറ്റ് ഈസ് സ്പെൽഡ് ഇൻകറക്ട്ലി. ഇൻകറക്റ്റ് ആയിട്ട് വരേണ്ടത് എന്റർപ്രണർ ആണ്. ഇതാണ് കേട്ടോ തെറ്റായിട്ട് വരുന്നത്. അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പഠിച്ചു വെക്കുക. എന്റർപ്രണർ എങ്ങനെയാണ്, എൻഡ് ഉണ്ടാ, ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ENT, എൻഡ്, റെപ്പ്, റെന്ന്, EUR. ഇതാണ് എൻ്റെ സ്പെല്ലിങ്. എൻഡ്, റെപ്പ്, റെന്ന്. അതങ്ങനെ തന്നെ പഠിക്കുക. എൻഡ്, റെപ്പ്, റെന്ന്. ഉണ്ട്, ഇവിടെ ഒരു U എക്സ്ട്രാ കയറി വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം കറക്റ്റാണ്. എൻഡ്, റെപ്പ്, റെന്ന്, EUR. ഇതാണ് എന്റർപ്രണറിന്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. റെസ്പോൺസിൽ വോസ് പ്ലേറ്റ് എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്, റെസ്പോണ്ട് ചെയ്യുക എന്നുള്ള മീനിങ് തന്നെയാണ്. ആൻസർ പ്ലീസ്, ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. റെസ്പോണ്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. റെസ്പോൺസിൽ വേസ് പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ്, റെസ്പോണ്ട് ചെയ്യൂ, ആൻസർ ചെയ്യൂ എന്നുള്ള മീനിങ് ആണ്. The thieves dashed the apartment while the family was on vacation. എന്ത് ചെയ്തു, thieves അകത്ത് അല്ലെ അതിക്രമിച്ച് കടന്നു എന്നുള്ള മീനിങ് അല്ലേ വേണ്ടത്. സോ ഇവിടെ വരേണ്ടത് broke into ആണ്. The thieves broke into the apartment while the family was on vacation. Okay, next നോക്കാം. And it was able to cockroach to sense their surroundings. എന്താണ് വേണ്ടത്, ഇവിടെ ഏതാണ് നമുക്ക് വേണ്ടത്, പ്രിഫിക്സിലായിട്ട് എന്ത് ചേർക്കണമെന്നാണ് പറയുന്നത്, enable the antennas, enable cockroach to sense their surroundings ആണ്, enable ആണ്. The phenomenon of glowing sea water signifies changes in the marine environment. Phenomenon, അതിന്റെ എന്താണ് വേണ്ടത്, identify the plural of the underlined word. ഇതിന്റെ പ്ലൂറൽ ഫോം ആണ് നമുക്ക് വേണ്ടത്. ഫിനോമിനൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഫിനോമിന എന്നാണ് വേണ്ടത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വേണ്ടത്. ഫിനോമിനൻ പ്ലൂറൽ ഫോം ആണ് എന്ത്, ഫിനോമിന. പഠിച്ചു വെക്കണേ, ഫിനോമിന എന്ന് പറയുന്നത്. നമ്മൾ നോർമലി പഠിക്കുന്നതൊക്കെയാണ് അല്ലെ. ഡാറ്റ എന്ന് പറയുന്ന പ്ലൂറൽ ഫോം ആണ്. അതിന്റെ സിംഗുലർ എന്താണ്, ഡാറ്റം എന്ന് പറയും. ഓക്കെ, അതേപോലെ തന്നെ ക്രൈസിസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ക്രൈസിസ്. അതിന്റെ പ്ലൂറൽ എന്ന് പറയുന്നത് ക്രൈസസ് ആണ്, ക്രൈസസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിന്റെ മലയാള പരിഭാഷ പദരൂപം ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മാനക ഭാഷ, മാനക ഭാഷയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. മാതൃഭാഷയല്ല കേട്ടോ, മാനക ഭാഷയാണ് സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം പറയില്ലേ, നമ്മളത് മാനക സമയം എന്ന് പറയും. അതേപോലെ അതങ്ങ് ചിന്തിച്ചാൽ മതി. മാനക ഭാഷയാണ് സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. പ്രേക്ഷകൻ എന്നതിന്റെ സ്ത്രീലിംഗ രൂപമാണ് പ്രേക്ഷകൻ, പ്രേക്ഷക. പ്രേക്ഷകൻ, പ്രേക്ഷകയാണ്.
താക്കോൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? എന്താണ്? താഴിനുള്ള കോലാണ് താക്കോൽ. അങ്ങനെ ഓർത്തിരിക്കുക. താഴ് പ്ലസ് കോലാണ് എന്താ? താക്കോല്. താ പ്ലസ് കോൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ല, പിന്നെ ചിന്തിക്കാൻ ഇതായിരിക്കും, താഗ് പ്ലസ് കോല്. താഴിനുള്ള കോലാണ് താക്കോൽ എന്ന് ഓർത്തിരിക്കുക. അപ്പൊ എന്ത് കിട്ടും? താഴ് പ്ലസ് കോലാണ് താക്കോൽ എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ രൂപം. വിദ്യാർത്ഥിക്കുന്നവൻ ആരാണ്? വിദ്യാർത്ഥിയാണ്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ഡി. ഇതാണ് ശരി വരുന്നത്, വിദ്യാർത്ഥി. ഇങ്ങനെയൊന്നും എഴുതി വെക്കരുത്. വിദ്യാർത്ഥി ഇങ്ങനെയാണ് ശരിയായ പദം. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. അന്യരുടെ കുറ്റം പരസ്യമായി വെട്ടിത്തുറന്ന് പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? അന്യരുടെ കുറ്റം പരസ്യമായി തുറന്നു പറയുന്നത്, പരസ്യമായി പറയുന്നതെന്ന് മതിപ്പോരെ? പരസ്യമായി വെട്ടി തുറന്നു പറയണമെന്നില്ല, പരസ്യമായി തുറന്നു പരസ്യമായി പറയുന്നതിന് തന്നെയാണ് തുറന്നു പറയുന്നത്. അപ്പൊ ഇത് രണ്ടും തെറ്റാന്ന് മനസ്സിലായി. അന്യരുടെ കുറ്റം വെട്ടിത്തുറന്ന് പറയുന്നതെന്ന് മതി, വെട്ടിത്തുറന്ന് പരസ്യമായി പറയുന്നതെന്ന് വേണ്ട. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപമല്ലാത്തത്. മാരാർ, അവർ, ധീരർ, ചിലർ. അവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്നിൽ കൂടുതൽ പേരുണ്ട്. പിന്നെന്താണ്? ധീരർ അല്ലെ, അതും ഒന്നിൽ കൂടുതലുണ്ട്. ചിലർ, അതും ഒന്നിൽ കൂടുതലുണ്ട്. അപ്പൊ ഇവിടെ ഏതാണ്? മാരാറാണ് ബഹുവചന രൂപം അല്ലാത്തതായിട്ട് വരുന്നത്. പാർവതി ജാനി എന്ന പദം ഘടകപദങ്ങളായി വേർതിരിക്കുന്ന എങ്ങനെ? ഒന്ന് പഠിച്ചു വെക്കണം. നമ്മൾ പാർവതി ജാനി എന്ന് പറയുന്നത് നമ്മൾ പാർവതിയിൽ ജനിച്ചവൻ എന്നൊക്കെ ചിന്തിക്കും. എന്താണ്? പാർവതി ജായയായിട്ടുള്ളവനാണ് പാർവതി ജാനി എന്ന് പറയുന്നത്. പാർവതി ജായയായിട്ടുള്ളവനാണ് പാർവതി ജാനി. സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം തിരഞ്ഞെടുക്കുക. സർപ്പന്യായം എന്ന് പറയുന്നത് അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുന്നതിനെയാണ് സർപ്പന്യായം എന്ന് പറയുന്നത്. എന്താണ്? അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുന്നതിനെയാണ്. പ്ര പ്ലസ് മാനം എന്നീ ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ എന്ത് കിട്ടും? പ്രമാണം. പ്ര പ്ലസ് മാനമാണ് പ്രമാണം. പ്രാമാണമല്ല, പ്രമാണം. ഓക്കെ, തുടക്കം തന്നെ ഒടുക്കവുമായി തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ലാണ് എന്ത്? കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച്. തുടക്കം തന്നെ ഒരുമിച്ച്, തുടക്കവും ഒടുക്കവും ഒരുമിച്ച് എന്ന് പറയുന്നത് എന്താണ്? കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച് എന്ന് പറയും. ഉണ്ടോ? ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമായിരുന്നു നമ്മുടെ 50 ക്വസ്റ്റ്യൻ ഉണ്ട്. കാര്യം നമുക്ക് പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് തന്നിരിക്കുന്നത്. അതിൽ 50 ക്വസ്റ്റ്യൻ വീതമാണ് വരുന്നത്. ഇംഗ്ലീഷ് 20, മാത്സ് 20, മലയാളം 10 എന്നുള്ളത്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതേപോലെ SCRT ഒക്കെ ആയിട്ട് നമുക്ക് ക്ലാസ്സുകളായിട്ട് കാണാം. താങ്ക് യു.